ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തടഞ്ഞ യാത്രക്കാർ. എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന എക്സിക്യൂട്ടീവ് ട്രെയിൻ ഷൊർണൂരിൽ യാത്രാസമയം വൈകിയാണ് എത്തിയത്. ഇതേ തുടർന്ന് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോകേണ്ട കണക്ഷൻ ട്രെയിൻ വെള്ളിയാഴ്ച വൈകിട്ട് 8:30 പോയതോടെ യാത്രക്കാർക്ക് കണക്ഷൻ ട്രെയിൻ നഷ്ടപ്പെട്ടു. ഇതിൽ പ്രതിഷേധിച്ചാണ് യാത്രക്കാർ ട്രെയിൻ തടഞ്ഞത്. ഇതേ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടിയിരുന്ന 300ഓളം വരുന്ന യാത്രക്കാർ റെയിൽവേയുടെ അനാസ്ഥയിൽ ആരോപിച്ചുകൊണ്ട് ഷൊർണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ട്രെയിൻ തടഞ്ഞ് പ്രതിഷേധിച്ചു. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ റെയിൽവേ ട്രാക്കിലേക്ക് യാത്രക്കാർ ഇറങ്ങിയാണ് 8:45 തീവണ്ടി തടഞ്ഞത്. പോലീസും RPFും പ്രതിഷേധമുന്നയിച്ച് യാത്രക്കാരെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും സാധ്യമായില്ല. ശനി ഞായർ ദിവസങ്ങളിൽ അവധിയായതിനാൽ സ്ഥിരമായി ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയിരുന്ന യാത്രക്കാർ ഇതേ ട്രെയിനിനെയാണ് ആശ്രയിച്ചിരുന്നത്. യാത്രാ തടസ്സം നേരിട്ടതിനെ തുടർന്ന് വൻ പ്രതിഷേധമാണ് ഉന്നയിച്ചത്. ഇതേ യാത്രക്കാർക്ക് ഇനി നിലമ്പൂരിലേക്കുള്ള അടുത്ത ട്രെയിൻ ശനിയാഴ്ച പുലർച്ചെ 3:30 രാജാ റാണി എക്സ്പ്രസ് മാത്രമാണ്. ന്യൂസ് ഡെസ്ക് CCV.